26 പുണ്യവതികളുടെ സിന്ദൂരം മായ്ച്ച അക്കാടത്തത്തിന് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകി ഒരു സിന്ദൂര പുലരി നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ചിരിക്കുകയാണ് നമ്മുടെ സേന, നമ്മുടെ സൈന്യം. എങ്ങനെ കാണുന്നു സാർ? സിന്ദൂര രേഖയുടെ മാത്രമല്ല, അതൊരു നല്ല ഒരു കാവ്യാത്മകമായിട്ടുള്ള ഒരു പേരാണ് ഇതിട്ടിരിക്കുന്നത്. ആ പേരിന് തന്നെ കൊടുക്കണം അഭിനന്ദനം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഇന്ന് മാത്രമല്ല, കുങ്കുമ താഴ്വരയാണ് കാശ്മീർ എന്ന് പറയുന്നത്. കുങ്കുമത്തിൻ്റെ താഴ്വരയാണ്, കുങ്കുമ പാടങ്ങൾ നിറഞ്ഞ പ്രദേശം. ആ പ്രദേശത്ത് ചോരയുടെ ചുവപ്പല്ല, സാഫ്രണിൻ്റെ, അതായത് കുങ്കുമത്തിൻ്റെ ചുവപ്പാണ് ഉണ്ടാകുക. ഷോണിമ അവിടെ ചോര വിതച്ച് കാലങ്ങളായിട്ട് ചോരപ്പുഴ ഒഴിച്ചു. കലിമ അറിയാത്തതിൻ്റെ പേരിൽ കൊന്നു തള്ളിയത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാശ്മീരി പണ്ഡിറ്റുകളെ, ഇവിടെ ഉള്ളവരൊക്കെ കലിമ അറിഞ്ഞിരിക്കണം. കലിമ അറിയാത്തവർ ഇവിടെ തുടരാൻ പാടില്ല. ഇസ്ലാം മതവിശ്വാസികളല്ലാത്തവർക്ക് ഈ താഴ്വരയിൽ അവകാശങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദികൾ കലാഷ്നിക്കോവ് തോക്കിൻ്റെ സഹായത്തോടു കൂടി കൊന്നു തള്ളിയ 1,00,000-ലേറെ ഹിന്ദുക്കളുണ്ട് അവിടെ. അവരുടെ ആത്മാക്കൾ മോക്ഷം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് പഹൽഗാമിൽ സന്തോഷമായിട്ട് ഉല്ലാസയാത്രയ്ക്ക് പോയ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് അവരുടെ അടിവസ്ത്രം വരെ അഴിച്ചു പരിശോധിച്ച് കൊല ചെയ്ത് കൂട്ടിയത്. അന്ന് കൊന്നവരിലൊരാൾ പറഞ്ഞത്, എന്നെ കൂടി കൊല്ലുവെന്ന് പറയുന്ന ധീരയായ വനിതയോട് പറഞ്ഞത്, ഭാരത സ്ത്രീയോട് പറഞ്ഞത്, ഞങ്ങൾ നിന്നെ കൊല്ലില്ല, നീ ജീവിച്ചിരിക്കണം, എന്തിനാ, നീ മോദിയോട് പോയി പറയണം. മോദി അത് കേട്ടു. മോദിയോട് പറയാതെ തന്നെ മോദി അത് കേട്ടു. മോദി ഇപ്പോൾ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു. നീ എവിടെ, ഏത് കാട്ടിലാടാ ഒളിച്ചിരിക്കുന്ന കാട? ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകളെ കൊന്നിട്ട്, അവരുടെ ആത്മാവിനെ കൊന്നിട്ട്, അവരുടെ സിന്ദൂരരേഖ മായ്ച്ചവർക്ക് കിട്ടിയ ശിക്ഷയാണ്. നീ എന്തു പറയുന്നു? ചുണയുണ്ടെങ്കിൽ തിരിച്ചടിക്ക്. ഇതാ നിങ്ങളുടെ രാജ്യത്തേക്ക് ഒരതിരും കടക്കാതെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് വെറും ഹ്രസ്വദൂര മിസൈലുകളാണ് വിക്ഷേപിച്ചത്. അതെ, 500 കിലോമീറ്ററിൽ താഴെയുള്ള ഞങ്ങൾക്ക് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ അതിർത്തിയുടെ അങ്ങേയറ്റത്തേക്ക് വരെ അയക്കാൻ പറ്റിയ മിസൈലുകളുണ്ട്. ഇതേ പ്രിസിഷനോടുകൂടി, കൃത്യതയോടുകൂടി, കാലിബ്രേറ്റഡ് ആക്ഷനിലൂടെ ഞങ്ങൾക്ക് ഇത് ഓർക്കസ്ട്രേറ്റഡായിട്ട് അയച്ചു തരാനുള്ള സംവിധാനങ്ങളുണ്ട്. കാരുണികനായ പരമാത്മാവ്, പരമപിതാവ് ഞങ്ങൾക്ക് നൽകിയ ശക്തിയും സമ്പത്തും കൊണ്ടാണ്. കാരുണ്യവാനായ പരമപിതാവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നരകവും അതുപോലെ തന്നെ പട്ടിണിയും പരിവട്ടവുമാണ്. അതാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കൂ. നിങ്ങളുടെ അന്ധവിശ്വാസം വെടിയൂ. പാവപ്പെട്ട ഹിന്ദുവിനെ കൊന്നാലൊന്നും നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല, നിങ്ങൾക്ക് കിട്ടുന്ന നരകമാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ. അന്ധവിശ്വാസത്തിൻ്റെ ജടിലതകളിൽ നിന്ന്, ഇരുണ്ട നൂറ്റാണ്ടുകളിൽ നിന്ന് ഉണർന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് വരൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അന്ധവിശ്വാസങ്ങളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പുതിയ ചിറകുകളോടെ 21-ാം നൂറ്റാണ്ടിലേക്ക് പറക്കൂ. കാലത്തിനനുസരിച്ച് ജീവിക്കൂ. അല്ലെങ്കിൽ പട്ടിണിയും പരിവട്ടവും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാവും. ഒരു കുന്തവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിസ്സഹായമാവും. കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ വലിയ ആഘോഷത്തോടു കൂടി നിങ്ങൾ ഇതൊരു വിഷയമായി ചർച്ച ചെയ്യാൻ മതി. എന്തായിരുന്നു ഫലം? ഒറ്റപ്പെട്ടു. ലഷ്കർ ഇ തോയ്ബയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങളെ നാട്ടുകാരെല്ലാം കുറ്റപ്പെടുത്തുകയല്ലേ, നിങ്ങളുടെ മിത്രങ്ങൾ പോലും കുറ്റപ്പെടുത്തുകയല്ലേ. നിങ്ങളവിടെ ഒറ്റപ്പെട്ടില്ലേ? ലോകത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ സാമ്പത്തികമായിട്ട്, രാഷ്ട്രീയമായിട്ട്, മതപരമായിട്ട് നിങ്ങളുടെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും നിങ്ങളെ അവഗണിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾക്ക് ലോക പരിഗണനാ പട്ടികയിൽ ഒരു സ്ഥാനവുമില്ല. വേൾഡ് ബാങ്കിൻ്റെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന ഒരു പുച്ഛിക്കപ്പെടുന്ന രാജ്യമാണ് നിങ്ങളുടേത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. വീരവാദത്തിന് കുറവൊന്നും. അത് നിങ്ങളുടെ ഈ ക്രൂരകൃത്യങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് തന്ന വിധിയാണ്. അത് ഏറ്റുവാങ്ങിക്കോളൂ. ഇനിയും ഉണ്ടാവും. ഇനിയും ഇതുപോലെ ആക്രമണം നടത്തിയാൽ ഇതായിരിക്കില്ല ഫലം. ഇത് ഒരു കേന്ദ്രമല്ല, 9 കേന്ദ്രങ്ങളിലാണ് ആക്രമിച്ചത്. 9 കേന്ദ്രങ്ങളിൽ ഒരേ സമയം അതിൽ 5 എണ്ണം പാക് ഒക്കുപൈഡ് കാശ്മീരിലും 4 എണ്ണം പാകിസ്ഥാനിലുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ആസ്ഥാന കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്ത് കളഞ്ഞു. മരണം 17 എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് 100-ലധികം മരണം സംഭവിച്ചിരിക്കുന്നു. നമുക്ക് കൃത്യം ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം അവരുടെ മണ്ണിൽ നടന്ന മരണങ്ങളാണ്. 56 പേർക്കോളം പരിക്കേറ്റ്. ഇതൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും. കാരണം ഭീകരന്മാരുണ്ടെങ്കിൽ ഈ മിസൈലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് റഫേലിൽ നിന്ന് തൊടുത്തിരിക്കുന്നത് സ്കാൾപ്പ്
അതുപോലെ ക്രൂയിസ് മിസൈലുകളാണ്. ഈ മിസൈലുകൾക്ക് 450 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളെ ശേഖരിക്കാനുള്ള, അതിനെ വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മരണം ഇവിടെ ഒന്നുമല്ല നിൽക്കുക. വമ്പിച്ച നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, വല്ല കാര്യം ഉണ്ടായിരുന്നു, ചോദിച്ചു വാങ്ങിച്ചതാണിത്. എന്നിട്ട് വീരവാദങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ബട്ടൺ അമർത്തും. എവിടെ നിങ്ങളുടെ ന്യൂക്ലിയർ ബോംബ്? എന്ത് കുന്തം കൊണ്ടുവന്നാലും ശരി, നല്ലൊരു സ്ട്രാറ്റജിയും കൂടി ഇവിടെ അത് നമ്മൾ ശ്രദ്ധിക്കണം പ്രശാന്തേ. അതായത് തലേ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടു എല്ലാവർക്കും വേണ്ടിയിട്ട്, നാളെ മോക്ക് ഡ്രില്ലിന് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കും. അത് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു പങ്കുണ്ട്. എന്താണെന്നറിയാം, നാളെ മോക്ക് ഡ്രില്ലാണെങ്കിൽ നാളെ കഴിഞ്ഞ് യുദ്ധം ഉണ്ടാവൂ എന്ന് അവരെല്ലാം വിശ്വസിച്ചു. പാക് മേധാവികളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങി. ആ ഉറക്കത്തിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. 1:44 വെളിപ്പെടുത്തപ്പെടും. 12:27 ആക്രമണം നടക്കുന്നു, 1:44 വിവരം ഔദ്യോഗികമായിട്ട് ഇന്ത്യ സ്ഥിരീകരിച്ചു. അതെ, അതായത് ബുധനാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിലാണ് ഇത് നടന്നിട്ടുള്ളത്. കൃത്യം അർദ്ധരാത്രി. ഇനിയിപ്പോൾ ബുധനാഴ്ച, ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഇന്ന് രാവിലെ 10 മണിക്ക് പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അതിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്. 10 മണിക്ക് സൈന്യത്തിന്റെ ഔദ്യോഗികമായ പത്രസമ്മേളനമുണ്ട്. അതുപോലെ 11 മണിക്ക് ക്യാബിനറ്റ് ചേരുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ വിലയിരുത്തുന്നത്. പിന്നെ ഒരു കാര്യം, പിന്നെ രാഹുൽ ഗാന്ധി ഇനി പറയും എവിടെ തെളിവെന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല. ഇന്നിപ്പോ നമ്മളെ പുറത്തു വരുന്ന വാർത്ത രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ സന്ദർശിക്കും എന്നാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ദർശിച്ചാൽ അദ്ദേഹത്തിന് കൊള്ളാം. അല്ല, ഇത് എവിടെ നടന്നു, തെളിവ് എവിടെയെന്ന് കോൺഗ്രസിന്റെ ആ പഴയ മണ്ടത്തരം ആവർത്തിച്ചാലുണ്ടല്ലോ. അതെ, അതിൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന പരാജയം വലിയ നഷ്ടമാണ്. പാകിസ്ഥാൻ എങ്ങനെ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടോ അതുപോലെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഒറ്റപ്പെടും. ഇപ്പൊ തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും. അത് വീണ്ടും ഒറ്റപ്പെടലായിട്ട് മാറും. കൂടുതൽ ഒറ്റപ്പെടാൻ വേണ്ടി CPM-നെ പോലെ ഒരു പതനത്തിലേക്കായിരിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ ദേശീയ വിരുദ്ധത കൂടെ തെളിയിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ചതുപോലുള്ള ആഴത്തിലുള്ള ഒരു അപജയമാണ്. ഒരിക്കലും നിവർന്നു വരാനാകാത്ത അപജയത്തിലേക്കായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് പോവുക. അത് വരണമെന്ന് നമ്മൾ സാധാരണക്കാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ പതനത്തിലേക്ക് അവർ സ്വയം ചോദിച്ചു വാങ്ങിച്ചു പോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും സാർ, ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ മിന്നലാക്രമണം, അതിനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ പറഞ്ഞുതരാം. അതായത് 1971 യുദ്ധത്തിന് ശേഷം നമ്മൾ നടത്തിയ ഏറ്റവും വലിയ യുദ്ധമാനങ്ങളുള്ള ഒരു ഓപ്പറേഷൻ എന്തെന്ന് പറഞ്ഞാൽ, സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മൾ നടത്തിയ വിമാനങ്ങളുടെ അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്നത് എയർഫോഴ്സ്, നേവി, അതുപോലെ തന്നെ ആർട്ടിലറി, ആർമിയുടെ എല്ലാത്തിൻ്റെയും. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻ്റലിജൻസ്. നേരത്തെ തന്നെ ഇൻ്റലിജൻസ് ഇൻപുട്സ് നമുക്ക് കിട്ടിയിരുന്നു. അവിടെ POK നമ്മുടെ സ്ഥലമാണത്, നമ്മുടെ തന്നെ സ്ഥലമാണ്. നമ്മുടെ സ്ഥലത്തേക്കാണ് ഈ മിസൈൽ അയച്ചിരിക്കുന്നത്. പാക് നമ്മുടെ കാശ്മീരാണ് അവർ കൈവശം വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ എവിടെയൊക്കെയാണ് ക്യാമ്പുകൾ, എവിടെയൊക്കെയാണ് ഈ ആളുകളുള്ളത്, എല്ലാം നമുക്ക് ഇൻപുട്സ് കിട്ടി. അങ്ങോട്ടും മാത്രം കൃത്യമായിട്ട് ഒരു സിവിലിയനെയും കൊല്ലാത്ത തരത്തിൽ, ഈവൻ ഇസ്രായേൽ അയക്കുമ്പോൾ പോലും സിവിലിയൻസ് കൊല്ലപ്പെടുന്നു. ഇത് അതുപോലുമില്ലാത്ത പ്രിസിഷനോടുകൂടി, ഇസ്രായേലിൻ്റെ ഖ്യാതി എന്ന് പറയുന്ന പ്രിസിഷനോടുകൂടി ആയുധങ്ങൾ അയക്കുന്നില്ല. ആ പ്രിസിഷനെ വെല്ലുന്ന പ്രിസിഷനോടുകൂടിയാണ് തിളങ്ങുന്ന ഒരു യുദ്ധ വിജയം. ഇസ്രായേലിനേക്കാൾ ഒരുപടി മുകളിലാണ് ഇന്ത്യ ആഗ്രഹിച്ച, ഇന്ത്യയിലെ 240 കോടി ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിജയം ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യൻ സൈന്യം, ഒരു തുള്ളി രക്തം, ഒരു ഇഞ്ച് സ്ഥലം പോലും, ഒരു കാല് പോലും പാകിസ്ഥാനിലേക്ക് വയ്ക്കാതെ നമ്മൾ സൂചനയാണിത്. ഇതൊരു സൂചന മാത്രമാണ്. ഇനി ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ചെപ്പക്കുറ്റി കടിയാൽ ഇപ്പോഴുണ്ടായ ഈ ഓപ്പറേഷൻ സിന്ദൂരിന് ഒരു ഫോളോ അപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഉണ്ടാവും. പാകിസ്ഥാൻ ഇനി എന്തെങ്കിലും മുതിരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ അപ്പ് പാകിസ്ഥാൻ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഇതിലൊന്നും പറയാൻ പറ്റില്ല. ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ, അത് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊന്നും എതിരല്ല. അങ്ങനെ ചെയ്യാം. ഭീകരർ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്താൽ അവർക്ക് തിരിച്ചടി കൊടുക്കാൻ ഈ ഇരയായ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്, അവകാശമുണ്ട്. അത് മാത്രമേ ഇന്ത്യ പ്രയോഗിച്ചിട്ടുള്ളൂ. ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഒരു യുദ്ധക്കുറ്റമല്ല ഇത്, യുദ്ധക്കുറ്റം അല്ല ഇത്, സ്പഷ്ടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.